കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ ശ്ലോകം 40 ചെയ്ത് നിർത്തി. ഇപ്പം ഇനി നമുക്ക് 41 ചെയ്യേണ്ടത് കേട്ടോ. 40 എന്താ പറഞ്ഞു വെച്ചാൽ പക്ഷികളൊക്കെ കുട്ടികളെ നോക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രത്യുപകാരത്തിൻ്റെ ചിന്തയൊന്നുമില്ല. പ്രത്യുപകാരം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല പക്ഷികൾ. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നോക്കണത് കുറച്ചൊക്കെ പ്രത്യുപകാര ഇല്ല എന്നൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ പ്രത്യുപകാര വാഞ്ച ഇല്ലാതെ അല്ല നോക്കണത്. നമുക്കതിന് പുറമെ, നമുക്ക് പ്രത്യുപകാരം എന്നുള്ള ഇതിന് പുറമെ ഒന്നും കൂടി ഉണ്ട് ചിലർക്ക്. എന്താ, അതിന് പുറമെ ലോഭമുണ്ട്. എന്താ വെച്ചാൽ അവർ വലുതായി ഇന്ന് എനിക്കുള്ള സ്വത്തിനെ വർദ്ധിപ്പിക്കും എല്ലാം, അങ്ങനെയൊക്കെ കൂടി നമ്മൾ വിചാരിക്കും പലപ്പോഴും, അല്ലേ? അപ്പോൾ പക്ഷികളായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷികൾ അവരുടെ ആ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വളർന്നു വലുതായി പോയി. നമ്മളങ്ങനെയല്ലല്ലോ എന്ന് പറയണം. വെച്ചാൽ നമുക്ക് അറ്റാച്ച്മെൻറ്റും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അവർക്ക് ആ പ്രകൃതിയിലുള്ള കുറച്ച് കാലത്തെ അറ്റാച്ച്മെൻറ്റേ ഉള്ളൂ, നമുക്കങ്ങനെയല്ല. അതാണ് പറഞ്ഞത്, അല്ലേ? ഇനി നമുക്ക് 41 വായിക്കാം. തഥാപി മമതാവർത്തേ മോഹഗർത്തേ നിപാതിത മഹാമായാ പ്രഭാവേണ സംസാര സ്ഥിതികാരിണ. നമ്മൾ ഇതിൽ എന്താ പറയുക വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും മോഹത്തിന് അടിമയാവണമെന്നാണല്ലോ ചോദ്യം, അല്ലേ? അപ്പോൾ അതെന്താ വെച്ചാൽ, വാക്കിൻ്റെ അർത്ഥം പറയാം. തഥാപി അപ്രകാരമാണെങ്കിലും മഹാമായ പ്രഭാവേണ, മഹാമായയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് മമതാവർത്തെ, മമത എന്ന ആവർത്തം ചെന്തറിയോ, ചുഴിക്കാണ് പറയുക. വെള്ളമൊക്കെ ഇങ്ങനെ ചുഴി ഉണ്ടാവില്ലേ, അപകടമാണല്ലോ. അപ്പോൾ ഈ മമതയാകുന്ന ചുഴിയിൽ പെട്ട മോഹഗർത്തെ, മോഹക്കുണ്ടിൽ, ഗർത്തം വെച്ചാൽ കുണ്ടാണ്, നിപാതിത നമ്മൾ നിശേഷം വീഴ്ത്തപ്പെട്ട, എന്നിട്ട് വീഴ്ത്തപ്പെട്ടിട്ട് സംസാരസ്ഥിതികാരിണ, സംസാരികളായി തന്നെ കഴിയണു. എന്താ വെച്ചാൽ മഹാമായയുടെ പ്രഭാവമാണ്, മായ കാരണമാണ് നമുക്കിങ്ങനെ തോന്നണത്. പറ്റില്ല മനസ്സിനെ വേണ്ടാക്കാൻ. ഇപ്പം ഈ സുരഥനും സുമാധിക്കും കണ്ടില്ലേ, അത് എത്ര ഉപദ്രവിച്ചിട്ട് പോലും പിന്നെയും മമത. അപ്പം ഈ മഹാമായയുടെ പ്രഭാവമാണ് നമുക്കിങ്ങനെ ഈ മമത ഉണ്ടാവാൻ കാരണം. മമത എന്ന ചുഴിയോടുകൂടിയ മോഹക്കുണ്ടിൽ നമ്മളെ വീഴ്ത്തി ഇങ്ങനെ സംസാരികളായി നമ്മൾ കഴിച്ചു കൂട്ടുകയാണ്. അതായത് നമ്മൾ വിശേഷജ്ഞാനത്തിനൊന്നും ശ്രമിക്കണില്ല. മായ കാരണം നമുക്കെന്താ, അവനോൻ്റേതല്ലാത്ത വസ്തു സ്വന്തമല്ല, പക്ഷെ അത് സ്വന്തമാണ് എന്നുള്ള തോന്നൽ മായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ എൻ്റേതാണെന്നുള്ള തോന്നലോട് കൂടിയിട്ടുള്ള സംസാരച്ചുഴിയിൽ ആ കുണ്ടിൽ കിടന്ന് വലഞ്ഞ് സംസാര കാര്യത്തിൽ തന്നെ മുഴുകി നമ്മൾ കഴിയാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, വിഷയം ഇന്ദ്രിയങ്ങളുടേതാണല്ലോ സംസാരം, ദേഹേന്ദ്രിയ വാസനകളെ കൊണ്ടാണ് സംസാരം ഉണ്ടാവണത്. അപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കാൻ കഷ്ടപ്പെടുന്നു. അതുപോലെ പിന്നെ നമ്മൾ വേറെ പല കാര്യത്തിന് അതുപോലെ യത്നിക്കില്ല. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യും. അതേസമയം നമ്മുടെ പ്രെയർ ഒരു ദിവസം മുടങ്ങാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. സാരില്ല, ഇന്നത്തെ ഒരു ദിവസം പോട്ടെ, അങ്ങനെ വിചാരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ. പക്ഷേ ഇങ്ങനെ നമുക്ക് ഉണ്ടാവണത് നമ്മുടെ കുറ്റമല്ല. അതൊക്കെ ഈ മഹാമായയുടെ പ്രഭാവം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മായാമോഹിതരാവണത്. ആ മഹാമായയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് അതിനൊന്നും ശ്രമിക്കാൻ തോന്നാതെ മോഹക്കുണ്ടിൽ കഴിയണതും. നമുക്കൊക്കെ അറിയാം, മായ ഇല്ലെങ്കിൽ എല്ലാവരും പരമാർത്ഥജ്ഞാനികളാവും, മുക്തരാവുകയും ചെയ്യും, ഇല്ലേ? ഇപ്പം മായ നമ്മളെ മോഹിപ്പിക്കണില്ല എന്ന് വിചാരിച്ചോളൂ. മോഹിപ്പിക്കൊണ്ടാണല്ലോ ഈ അറ്റാച്ച്മെൻറ്റ്, ഞാൻ എൻ്റെ എന്നുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ മായ നമ്മളെ മോഹിപ്പിക്കണില്ല എന്ന് വിചാരിച്ചോളൂ.
മായയുടെ പ്രഭാവം നമ്മളിൽ ഏൽക്കണില്ല, അല്ലെങ്കിൽ മായ പ്രഭാവം ഇല്ലാത്തതാണ് വെച്ചാൽ എന്താ, മായ ഇല്ലെങ്കിൽ എല്ലാവരും ഈ പരമാർത്ഥജ്ഞാനം നേടി മുക്തരാവും വേഗം. പിന്നെ സംസാരം ഉണ്ടോ? ഈ മായ ഇല്ലാച്ച സംസാരം ഇല്ല. അതുകൊണ്ടാണ് മായ നമ്മളെ ഇങ്ങനെ വരയ്ക്കണത്. പക്ഷേ ആ മായെന്ന് കരകയറിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തത്കേനൈതൻ മഹാഭാഗ എന്ന ഉത്തരാണത്. എന്താ ഇത്? മായ എന്തുകൊണ്ടാണ് ചോദിച്ചില്ലേ അങ്ങ് ഇങ്ങനെ തോന്നണത്? മായയുടെ പ്രഭാവം കൊണ്ടാണ്. ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടാണ് നമ്മൾ യോഗമായെ എങ്ങനെ നമ്മളെ സഹായിക്കും അതിനെ മറികടക്കാൻ എന്നാണ് പിന്നെ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ പിന്നെ ഇതിൽ വേറൊരു ഒരു ഡെഫിനിഷൻ ഉണ്ട് മോഹത്തിന്. എനിക്കത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അതായത് മോഹത്തിനൊരു നിർവചനം എന്താ വെച്ചാൽ, ഇഷ്ടമായതിൽ ശരിക്കും നമുക്ക് നന്മയാണ് തരാൻ പോണ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് വൈമനസ്യം, അതായത് ഹിതമായതിൽ നമുക്ക് വൈമനസ്യം, അത് ശരിക്കും നമുക്ക് അതാണ് നല്ലത്. പക്ഷെ അത് ചെയ്യാൻ മടി. പിന്നെയോ നമുക്ക് നല്ലതല്ലാത്ത ശ്രേയസ്കരമല്ലാത്തേലോ നല്ല മനസ്സ് വയ്ക്കുകയും ചെയ്യും. നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളതിൽ വൈമനസ്യവും ശ്രേയസ്കരമല്ലാത്തതിൽ നമുക്ക് ആഗ്രഹവും അല്ലെങ്കിൽ അതിൽ ശ്രദ്ധയും ഉണ്ടാവണത് അത്രേ ഈ മോഹം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം. മോഹം അതൊരു നെഗറ്റീവായിട്ടാണ് പറയണത് ഇവിടെ. അതായത് നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ചെയ്യാമെന്ന് തോന്നുമ്പോൾ വൈമനസ്യം, മടിയ. ശ്രേയസ്കരമല്ല പക്ഷെ നല്ല ഇന്ദ്രിയ സുഖമുള്ള ഉണ്ടെങ്കിലോ നല്ല ശ്രദ്ധയാണ്. അതിനാണ് അത്ര മോഹം എന്ന് പറയണത്. അതാണ് നിർവചനം തന്നെ. അതായത് ശ്രേയസ്കരമായിട്ടുള്ളതിൽ വൈമനസ്യവും നമുക്ക് അഹിതമായതിൽ ശ്രദ്ധയും അതാണ് ഈ മോഹം. ഭ്രമം എന്നും പറയാതെ കേട്ടോ. അപ്പം മഹാമായ നമ്മളെ അതിലിട്ട് വലയ്ക്കാണ്. അതാണ് അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം. എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും തോന്നണ പറഞ്ഞില്ലേ, രാജു ഉപേക്ഷിച്ച് അവരെന്നെ ആട്ടി പറഞ്ഞേച്ചു, പിന്നെ എന്താണ് സമാധി ആട്ടി പറഞ്ഞേച്ചു. രണ്ടാൾക്കും തോന്നണതിന് കാരണം മായയാണെന്ന് പറയണം, മായയുടെ പ്രഭാവമാണെന്ന്. അതായത് നമ്മുടെ കർമ്മഫലാനുഭവത്തിന് സംസാരസ്ഥിതി വേണം. സംസാരം അങ്ങനെ മായ മോഹിപ്പിക്കാൻ സംസാരം നടക്കുന്നില്ല. പിന്നെ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ നമ്മളെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? അത് മുഴുവനെ തീർന്നാലല്ലേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. അപ്പം അതിനൊരു ചാൻസ് തരും മായ. എന്നിട്ട് മായ എന്നെ ആശ്രയിച്ച് നമ്മൾ മായയ്ക്ക് ബിയോണ്ട് അതീതായിട്ട് പോകണം. അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മായാവലയത്തിന് പുറത്തു പോവാം. അതാണ്. അപ്പോൾ നമുക്ക് പിന്നെ മായയുടെ പ്രഭാവം കൊണ്ടാണ് അങ്ങക്ക് ഇങ്ങനെ തോന്നണത്. പിടിച്ചാൽ കിട്ടാത്ത മമത അല്ലേ നമുക്ക് എല്ലാവർക്കും, നമുക്കിപ്പൊക്കെ തോന്നണത് അതാണ് എന്നാണ്. അതായത് ഈ സംസാരം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മായ ഇത് ചെയ്യണത്. അത് അല്ലെങ്കിൽ ഈ സംസാരം മുമ്പോട്ട് പോണത് തന്നെ മായയുടെ പ്രഭാവം കൊണ്ട് മാത്രമാണ് എന്ന് പറയും. തഥാപി മമതാവർത്തേ മോഹഗർത്തേ നിപാതിത മഹാമായാ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ. ഇനി നമുക്ക് അതിൽ തന്നെ ഇപ്പം എന്താ അറിയോ, നമുക്ക് പിന്നെ ഈ മഹാമായയുടെ പ്രഭാവം ഏതുപോലെയാണെന്ന് കൂടി പറയാം. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു പിന്നെ എന്താണ് ക്രിസ്റ്റൽ സാധനം ഉണ്ടാവും വെച്ചോളൂ. ആ ക്രിസ്റ്റൽ സാധനം ശരിക്കും കളർലെസ് ആണല്ലോ അത്, അല്ലേ? കളർലെസ്, പ്യുവർ വൈറ്റൊന്നും അല്ല, കളർലെസ് ആണ് അതല്ലേ. നല്ല തിളങ്ങിയിട്ടുള്ള ക്രിസ്റ്റൽ അവിടെ ഇരിക്കേണ്ട ഒരു സ്ഫടികം. അതിൻ്റെ അടുത്ത് നമ്മളൊരു ചുമന്ന പൂവ്, ചെമ്പരത്തി പൂവറ്റ് വെച്ചു എന്ന് വെച്ചോളൂ. എന്താ ഉണ്ടാവുക? ആ ക്രിസ്റ്റൽ കുറച്ച് നേരത്തേക്ക് ചുവപ്പായിട്ട് തോന്നും ഇല്ലേ? അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് എന്ന ലിമിറ്റേഷൻ അടുത്തുണ്ടാവുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ പ്യുവറാണ്, ശരിക്കും പ്യുവറാണ്. പക്ഷെ ആ ചെമ്പരത്തിപ്പൂവ് അടുത്ത് വയ്ക്കൊണ്ട് തോന്നുകയാണ്. ഇറ്റ് ഈസ് ഓൺലി എ ലിമിറ്റേഷനാണ്. ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ ലിമിറ്റേഷൻ. ശരിക്ക് ക്ലിയർ ആൻഡ് പിന്നെ ക്ലീനാണതല്ലേ? അതുപോലെയാണ് നമ്മളെ ശരിക്കും പറയാച്ചാൽ നമ്മൾ ആ പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ഈ നമുക്ക് ഈ ദേഹം എന്നുള്ള ഉപാധി ഇതുപോലെ ശരിക്കും ക്രിസ്റ്റലിന് കളറൊന്നുമില്ല. ഈ ചെമ്പരത്തിപ്പൂ അടുത്ത് വരുമ്പോൾ കളറുണ്ടാവും. ഇപ്പോൾ ചെമ്പരത്തിപ്പൂവാണ് അതിൻ്റെ ഉപാധി, ലിമിറ്റ്.
അതേപോലെ നമ്മൾ ലിമിറ്റ്ലെസ്സാണ്, നിത്യാനന്ദമാണ് സ്വതേ നമ്മൾ. പക്ഷെ നമ്മൾ ഈ ദേഹാഭിമാനം കൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യാണ്. ആ ദേഹമാണ് നമ്മുടെ ലിമിറ്റ് ആക്ച്വലി. അതായത് ദേഹവും ഇന്ദ്രിയങ്ങളൊക്കെ അതാണ് ആത്മാവിൻ്റെ ഉപാധി. ഈ ക്രിസ്റ്റലിൻ്റെ ഉപാധിയാണ് ചെമ്പരത്തി പൂവ പറഞ്ഞ പോലെയാണ് നമ്മുടെ പരമാത്മാവ്. നമ്മൾ ശരിക്കും പരമാത്മാവാണ്, അതിൻ്റെ ഉപാധി ഈ തീരെയാണ് എന്താ ഈ ദേഹവും ദേഹത്തിനോടുള്ള മമതയും. അതോ അപ്പം അങ്ങനെ അതില്ലാച്ചാൽ അപ്പം നോക്കും, മക്കളെ വളർത്തുമോ? സ്നേഹിച്ചിട്ട് പ്രസവിച്ചാലും ഈ മമത ഇല്ലെങ്കിൽ, അത് സ്വന്തമാണെന്ന് തോന്നില്ലെങ്കിൽ വളർത്തില്ല. അപ്പോൾ ആ ലോകം മുമ്പോട്ട് പോവാൻ അത് വേണം. അതുകൊണ്ടാണ് അപ്പം അങ്ങക്ക് തോന്നിയ ദുഃഖവും ഈ യോഗമായയുടെ ഭഗവതിയുടെ പ്രഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് 42, ഞാൻ ആ പോയിന്റ് പറയാൻ മറന്നു. 42 വായിക്കാട്ടോ. തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്രാ ജഗത്പതേ മഹാമായ ഹരേരേഷ തയാ സമ്മൂഹ്യതേ ജഗത്. 42 എന്താണ്? ഏഷ മഹാമായ, ഈ പറഞ്ഞ ഈ മഹാമായ ജഗത്പതേഹേ, ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള വിഷ്ണുവിൻ്റെ യോഗനിദ്ര ഇതി യത്, യോഗനിദ്രയാകുന്നു. അതായത് ഭഗവാന്റെ നിദ്രാരൂപത്തിൽ ഭഗവാന്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന്. തയാ ഏത് ജഗത്, ആ മായയാൽ ഈ ജഗത്ത് മുഴുവൻ സമ്മോഹ്യത, മോഹിപ്പിക്കപ്പെടുന്നു. തത് അത്ര വിസ്മയ ന കാര്യ, അത് വലിയ നമുക്കിങ്ങനെ ഉണ്ടാവണതിൽ വലിയ അത്ഭുതമൊന്നും പെടണ്ട. കാരണം ഭഗവാന് പോലും ഉറക്കം വരുത്തണു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഭഗവാനെ മായയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ മായയ്ക്ക് അതീതനാണ്. ആക്ച്വലി മായ ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ എങ്കിൽ പോലും യോഗനിദ്ര എന്ന് പറഞ്ഞത് ഈ ഭഗവതി തന്നെ നിദ്രാരൂപത്തിൽ ഭഗവാന്റെ കണ്ണിൽ, അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കേട്ടോ. ഭഗവാൻ എനിക്ക് ഉറങ്ങണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ നിദ്രാദേവി പിന്നെ ഭഗവാന്റെ കണ്ണിൽ പോവില്ല. പക്ഷേ ഭഗവാൻ ഓക്കെ എനിക്കിനി റെസ്റ്റ് ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ യോഗമായ നിദ്രാരൂപത്തിൽ ഭഗവാന്റെ കണ്ണിലിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന് പോലും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണെങ്കിൽ പോലും നിദ്ര വരുത്താൻ കഴിവുള്ള യോഗമായ ദേവിക്ക് നമ്മളെ മോഹിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അത്ഭുതത്തിന് എന്താ അവകാശം എന്നാണ്. അതാ പറഞ്ഞത്. നമ്മുടെ ഉറക്കം യോഗനിദ്രയല്ല, ഭഗവാന്റെ ഉറക്കമാണ് യോഗനിദ്രയാക്കുക. അത് ഭഗവാനെ എനിക്കങ്ങനെ വേണമെന്ന് തോന്നുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ വരില്ല. ഭഗവാനെ വെറുതെ ഉറക്കി കിടത്താനൊന്നും മായയ്ക്ക് പറ്റില്ല. പക്ഷേ ഭഗവാൻ എനിക്ക് ഉറങ്ങായെന്നായി പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായ നിദ്രാരൂപിണിയായിട്ട് ഭഗവാന്റെ കണ്ണിൽ. അപ്പോൾ ഭഗവാന് പോലും ഒരു ഉറക്കം നൽകാനുള്ള കഴിവ് ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്, അത്ര ഭഗവാന്റെ ഇഷ്ടത്തിനാണെങ്കിലും. അപ്പോൾ നമ്മളെ വിഷയങ്ങളിൽ നിന്ന് ഈ സംസാര വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തിച്ചിട്ട്, അതായത് പിന്നെ തിരിച്ച്, അതായത് സംസാര വിഷയങ്ങളിൽ മനസ്സിനെ വിടാതെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് പിന്നെ ആക്ച്വലി ഭഗവാൻ വർത്തിക്കുകയാണ്. അതാണ് ഭഗവാന്റെ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ. പ്രളയം എനിക്ക് ഭയങ്കര അലർജി, അതാണ്. ഭഗവാന്റെ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കൽപ്പാന്ത പ്രളയം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഇനി സൃഷ്ടിയൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ ഈ മനസ്സിനെ കംപ്ലീറ്റ്ലി നിവർത്തിച്ചിട്ട് പൂർണ്ണമായിട്ട് ഫ്രീ ആക്കിയിട്ട് പ്രപഞ്ചത്തിനെ മറന്ന് അവനവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് യോഗനിദ്ര. അവനവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ആ ഭഗവാൻ യോഗനിദ്ര അവസ്ഥ. നമ്മളെ പോലത്തെ ഉറക്കല്ല. സോറി. അതായത് പക്ഷേ മായ ഈ ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്നു. അപ്പോൾ ഹേ രാജാവേ, ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കണമെങ്കിൽ പിന്നെ അങ്ങേ മോഹിപ്പിച്ചാൽ വല്ല അത്ഭുതം ഉണ്ടോയെന്ന്. അങ്ങേ മോഹിപ്പിക്കണതിന് അത്ഭുതത്തിന് അവകാശമില്ല. അതായത് അങ്ങക്കിപ്പോൾ അങ്ങ് വിചാരിക്കണത് അങ്ങക്ക് ജ്ഞാനുണ്ടായിട്ടും മക്കളോടും ബന്ധുക്കളോടും ഒക്കെ മമത തോന്നണമെന്നല്ലേ ഇപ്പോൾ എന്നോട് പറഞ്ഞ് എന്തുകൊണ്ടാണ് എനിക്ക് ജ്ഞാനുണ്ടായിട്ടെന്ന്. അപ്പോൾ അത്ഭുതമില്ല. ഭഗവാൻ തന്നെ ഗീതയിൽ പറയണ്ട, മമ മായ ദുരത്യയ, എൻ്റെ മായ
തരണം ചെയ്യാൻ വളരെ വിഷമമുള്ളതാണ്. ഐ എം സോ സോറി. അപ്പോൾ അത് മായയെ തരണം ചെയ്യാൻ പറ്റിയെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മോഹിതരായ എന്താ അത്ഭുതം? ഭഗവാൻ മായാമോഹത്തിനൊക്കെ അതീതനാണെങ്കിലും സത്യം പറഞ്ഞു വെച്ചാൽ ഭഗവാൻ ഒഴിച്ച്, അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം ഒഴിച്ച് ബാക്കിയെല്ലാം മായയ്ക്ക് അധീനമാണ്. ഈവൻ ബ്രഹ്മാവ്, നമുക്കറിയാലോ, ബ്രഹ്മാവൊക്കെ മായാമോഹിതനായി ഇല്ലേ? എന്നിട്ടല്ലേ വത്സസ്തേയം, അതായത് കുട്ടികളെ, പൈക്കുട്ടികളെ ഭഗവാനാന്ന് മനസ്സിലാക്കാതെ വൃന്ദാവനത്തിന് വെച്ചിട്ട് പശുക്കുട്ടികളെയൊക്കെ മറക്കില്ലേ? ഒരു കൊല്ലം മറച്ചു വയ്ക്കില്ലേ? എന്നിട്ട് ഭഗവാൻ അത്രയും പശുക്കുട്ടികളും അത്രയും ഗോപന്മാരായിട്ട് നിൽക്കും. എത്രയായാലും ഇവിടെ ഞാൻ ഒളിപ്പിച്ച പശുവൊക്കെ അവിടെ കിടക്കണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ എത്ര പശു ഉണ്ടായി എന്ന് ബ്രഹ്മാവ് നോക്കുമ്പോൾ എന്താ, നിറച്ച് ഭഗവാന്മാരെ കാണുമല്ലേ? അപ്പോഴേ റിയലൈസേഷൻ വന്നുള്ളൂ, എനിക്ക് തെറ്റ് പറ്റി, ഞാനും മായയാൽ മോഹിതനായി, ഈ വൃന്ദാവനത്തിലെ കൃഷ്ണൻ ആ പരബ്രഹ്മം തന്നെയാണെന്ന് ഞാൻ മറന്നു, മായ മറപ്പിച്ചു എന്ന്. അപ്പോൾ ബ്രഹ്മാവും ഇന്ദ്രനും അതെ, ഗോവർദ്ധനോദ്ധാരണം, ഇന്ദ്രൻ ലഹളയ്ക്ക് വന്നില്ലേ? എത്ര പ്രാവശ്യം ഇന്ദ്രൻ മായമോഹിതനായിരുന്നു, എല്ലാ ദേവന്മാരും. അപ്പോൾ ഭഗവാൻ ഒഴിച്ച് എല്ലാവരും മായയ്ക്ക് അധീനരാണ്. പക്ഷേ നമ്മളോടും അധീനരല്ല ദേവന്മാരെന്ന് മാത്രം. അവർക്ക് എപ്പോഴും അങ്ങനെ വിചാരമില്ല, വല്ലപ്പോഴും അവർ മായാമോഹിതരാവുള്ളൂ. നമ്മളെപ്പോഴും മായാമോഹിതരാണ്. പക്ഷേ മായയ്ക്ക് അതീതമായിട്ട് ഈ ജഗൽപതിയായിട്ടുള്ള വിഷ്ണു മാത്രമേ ഉള്ളൂ. അത് വിഷ്ണുവിൻ്റെ മായയാണ്. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഹേ രാജാവേ, അങ്ങക്ക് ഇപ്പം ഇത്തിരി മായാഭ്രമം ഉണ്ടായിച്ച ഒരു അത്ഭുതമില്ല, ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ തന്നാത്ര വിസ്മയക്കാര്യോ, എന്താ അത്ഭുതം എന്ന്. യോഗനിദ്രാ ജഗത്പതേ മഹാമായ ഹരേരേഷ തയാ സമ്മോഹ്യതേ ജഗത്. ഈ ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആള് ആണ് മഹാമായ. അങ്ങപ്പോൾ മോഹിക്കപ്പെട്ടാൽ അതിന് യാതൊരു ആശ്ചര്യത്തിന് അവകാശമില്ല. ഇനി ജ്ഞാനിനാമപി ചേതാംസി 43. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അപ്പോൾ സാ ദേവി ഭഗവതി, ആ ദേവൻ്റെ ശക്തിയായിട്ടുള്ള ആ ദേവി മഹാമായ, ആ മഹായോഗമായ ദേവി അതായത് വൈഷ്ണവി, വിഷ്ണുമായ ദേവി, ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളുടെ മനസ്സിനെ പോലും, ഫൊർഗെറ്റ് അബൌട്ട് നമ്മുടെ സാധാരണക്കാരെ, ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലാത് ആകൃഷ്യ, ബലാത്കാരമായി പിടിച്ച് വലിച്ച് മോഹായ പ്രയച്ഛതി, മോഹത്തിൽ ഇട്ട് വലയ്ക്കുന്നു. അങ്ങക്ക് ഒരു അത്ഭുതവും വേണ്ട, വിഷമവും വേണ്ട. കാരണം ദേവി ഭഗവതി തന്നെയാണ്, ഭഗവാനെ പോലെ തന്നെയാണ് കേട്ടോ. ഭഗവാന്റെ ശക്തിയാണ് വെച്ചാലും ഭഗവതിയാണ്. അതായത് ദേവിക്ക് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഭഗങ്ങളും പൂർണ്ണമാണ് ദേവിക്കും ഭഗവാനെ പോലെ. കാരണം ഭഗവാന്റെ ശക്തിയാണല്ലോ. ഈ ഷഡ്ഗുണപരിപൂർണയാണ് ദേവിട്ടോ. അപ്പോൾ ആ ദേവിക്ക് നമ്മളെ മാത്രമല്ല ജ്ഞാനികളെയും കൂടി വലയ്ക്കുന്നതിന് ജ്ഞാനികളെ പോലും ബലാത്കാരമായി മായാമോഹിതരാക്കും. നമുക്ക് ഒരുപാട് കഥ ഉണ്ടല്ലോ പുരാണത്തിലല്ലേ. വിശ്വാമിത്രൻ മേനക വന്നു ഇല്ലേ, തപസ് മുടക്കി, ശകുന്തള ഉണ്ടായി. എത്രയോ പ്രാവശ്യം ദുർവാസാവിനൊക്കെ ദേഷ്യം വരും. ഇത്ര ഭയങ്കര വലിയ ഋഷിമാർക്കും അറിവുള്ളവർക്കും ഒക്കെ മായാമോഹിതരായിട്ട് ഓരോ അബദ്ധങ്ങൾ ചെയ്യണതൊക്കെ നമ്മൾ പല കഥകളിലും ഉണ്ടല്ലോ ഇല്ലേ. അജാമിളൻ നല്ല സാത്വികനായിട്ട് ബ്രാഹ്മണനായിരുന്നു. ആ ഒരു ദിവസം കാട്ടിൽ വിറക് പെറുക്കാൻ പോയപ്പോൾ ആ ഒരു കുലടായിട്ടുള്ള സ്ത്രീ കണ്ടു അല്ലേ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടു. അപ്പോൾ എന്തായി, മായാമോഹിതനായി അവളുടെ പിന്നാലെയാണ് പോയി. അങ്ങനെ ശരിക്കും പോണ ആളൊന്നുമല്ല. പക്ഷേ അങ്ങനെ അപ്പം മായാമോഹിതനാക്കാൻ ജ്ഞാനികളെയും ദേവന്മാരെ പോലും
മായാമോഹിതരാക്കുന്നുവെങ്കിൽ പിന്നെ അങ്ങയെ മോഹിപ്പിച്ചാൽ ഇപ്പം എന്താ അത്ഭുതം എന്ന് ചോദിക്കുകയാണ്. അല്ലേ? നമുക്കൊരുപാട് കഥകൾ അങ്ങനെ അറിയാലോ. ഓക്കെ. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ, അതായത് ബലാത്കാരേണ മായ ചെയ്യും. ഈവൻ നമുക്ക് ഓർമ്മയില്ല, ശിവൻ്റെ കഥ അല്ലേ, മോഹിനിയുടെ ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തായി? ആദ്യം തന്നെ ഭഗവാൻ പറയും കണ്ട കേട്ടോ എന്ന് പറയും, അല്ല എനിക്ക് കാണണം എന്ന് പറയും ശിവൻ, അല്ലേ? കണ്ടപ്പോൾ എന്തായി? ആകൃഷ്ടനായി. നമ്മളെ വിശ്വാസം അനുസരിച്ച് അയ്യപ്പനും ഉണ്ടായി, അല്ലേ? മോഹിനിയിൽ ശിവന് അയ്യപ്പൻ ഉണ്ടായി. അപ്പോൾ ശിവനും ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ മായാമോഹിതരാവുന്നുണ്ട്. പിന്നെ അങ്ങയുടെ കാര്യം എന്താ പറയാൻ? അതാണ് ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഇനി ഭഗവതി തന്നെയാണ് പറയുന്നത് കേട്ടോ, ഭഗവാൻ എന്ന് പറഞ്ഞ പോലെ. ഭഗവതി എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ആ ഭഗങ്ങൾ 6ആണ്. ആ 6 ഭഗങ്ങളും പൂർണ്ണമായവരെ മാത്രമേ ഭഗവാനോ ഭഗവതി എന്നോ പറയുള്ളൂ. ഭഗവാൻ അങ്ങനെയാണ്: ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇതാണ് 6. അത് മുഴുവൻ പൂർണ്ണമായിട്ട് ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവതി എന്ന് വിളിക്കുമ്പോൾ ഭഗവതിക്കും ഉണ്ടെന്നല്ലേ അർത്ഥം. അതാണ് പറഞ്ഞത്. ഇനി 44 വായിക്കാം ഞാൻ. നോക്കട്ടെ സമയം. തയാ വിഭ്രാമ്യതേ വിശ്വം ജഗദേതച്ചരാചരം സൈഷാ പ്രസന്നാ വരദാ നൃണാം ഭവതി മുക്തയേ. ഇനി എന്താ പറയുക വെച്ചാൽ 44 ചരാചരം ഏതദ് വിശ്വം, അതായത് ചരങ്ങളും അചരങ്ങളും, അതായത് മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ, അതാണ് കേട്ടോ അർത്ഥം. സ്ഥാവരം, ജംഗമം ഒക്കെ പറയാം. ചരാചരങ്ങൾ പറഞ്ഞാൽ ചരം ച മൂവ് ചെയ്യണത്, അചരം ച മൂവ് ചെയ്യാത്ത. അപ്പം മൊബൈലാണ് ഇമ്മൊബൈൽ. ചരാചരം ഏതദ് വിശ്വം, ചരാചരങ്ങൾ നിറഞ്ഞ ഈ ജഗത്ത് തയാ വിഭ്രാമ്യതേ, ഭഗവതിയാൽ പലതരത്തിൽ മോഹിപ്പിക്കുന്നു, പലതരത്തിൽ ഭ്രമിപ്പിക്കപ്പെടേണ്ട ആൾക്കാർ. എന്നാൽ ഇതൊരു തെറ്റായ കാര്യമല്ലേ, ദേവി ചെയ്യണത് ഒരു ശരിയല്ലാത്ത കാര്യമല്ലേ ചോദിച്ചാൽ, ദേവി എന്തിനാ അങ്ങനെ എല്ലാവരെയും മോഹിപ്പിച്ച് കഷ്ടപ്പെടുത്തണം എന്ന് ചോദിക്കാം. എല്ലാവരെയും മോഹിപ്പിച്ച് കഷ്ടപ്പെടുത്തുന്നതാണോ യോഗമായ ദേവിയുടെ ഒരു പണി? നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക, അതാണോ? അല്ല. പിന്നെയോ? സ ഏഷ പ്രസന്ന വരദാൽ, ഈ ദേവി എന്നെ പ്രസാദിച്ചാൽ അഭീഷ്ടവരം, ഇഷ്ടമുള്ള വരം നൽകുന്ന മാത്രമല്ല, നമുക്ക് എന്ത് ഭൗതിക ആവശ്യങ്ങൾ തരുന്ന മാത്രമല്ല, മുക്തി നൽകും. അതാണ് നൃണാം മുക്തയേ ഭവതി. അത് പറയണം, നൃണാം ഭവതി മുക്തയേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും മായാവലയത്തിലിട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ ദേവി? ഇങ്ങനെ ഈ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ? അല്ല. അത് നമ്മുടെ പ്രാരബ്ധകർമ്മം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി നമുക്കൊരവസരം തരികയാണ്. പക്ഷേ എപ്പോഴാണ് നമ്മൾ ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് ദേവി പ്രസാദിക്കണം, അപ്പോൾ ആ നിമിഷം ദേവി പ്രസാദിച്ചാൽ അപ്പം നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങളും പിന്നെ സഞ്ചിതകർമ്മവും ആഗാമി കർമ്മവും എല്ലാം ദേവി നീക്കും. എന്നിട്ടോ നമുക്കിഷ്ടമല്ല ഇനി ഭൗതിക സുഖം അനുഭവിക്കണമെങ്കിൽ ഭൗതിക സുഖവും തരും. എന്നിട്ട് അവസാനം മുക്തി തരാനും ഈ ദേവിക്ക് പറ്റും. അതാണ് ഇങ്ങനെ ഭ്രമിപ്പിക്കുക മാത്രമല്ല ദേവി ചെയ്യണത്, ദേവിയെ പ്രസാദിപ്പിച്ചാൽ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കണത്. കാരണം ഈ ജഗത്തിനെ മുഴുവൻ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പം ജഗത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ പരമാത്മ ഐക്യം നമുക്ക് വേണമെങ്കിൽ ദേവി എന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. അതാണ് പറയണത്. നോക്കൂ, ഇങ്ങനെ എല്ലാവരും പിന്നെ ഭ്രമിപ്പിച്ചിട്ട് ലോകോപദ്രവം ചെയ്യുകയാണോ ദേവി വെച്ചാൽ? അല്ല. ദേവിയെ പ്രസാദിപ്പിച്ചാൽ, ദേവിയെ ഭജിച്ചാൽ, ദേവിയെ ഉപാസിച്ചാൽ ദേവി നമ്മളിൽ പ്രസാദിക്കും. ദേവി പ്രസാദിച്ചാൽ പിന്നെ നമ്മുടെ എല്ലാ കർമ്മബന്ധനങ്ങളും തീരും. നമുക്കിനി അഥവാ നമുക്ക് കുറച്ച് ഭൗതിക സുഖം അനുഭവിക്കണമെങ്കിൽ അതും തരും. എന്നിട്ട് നമുക്ക് അവസാനം മുക്തി നൽകും. അങ്ങനത്തെ ഒരു കരുണാമയാണ് ദേവി. എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാന്നല്ല ഉദ്ദേശം. തയാ വിഭ്രാമ്യതേ വിശ്വം ജഗദേതച്ചരാചരം സൈഷ പ്രസന്ന വരദാ നൃണം ഭവതി മുക്തയേ. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനത്തെ ഒരു ഭഗവതി അല്ല. വളരെ ഭഗവതി ബന്ധനത്തിന് കാരണമാകുന്നത് പോലെ തന്നെ പ്രസാദിച്ചാൽ മോക്ഷത്തിനും കാരണമായിത്തീരും.
അതായത് മോഹിപ്പിക്കാൻ കഴിവുണ്ട് ദേവിക്ക്, ശരി തന്നെ. പക്ഷെ ആ ദേവിക്ക് മോഹം മുഴുവൻ അകറ്റി മോക്ഷം നൽകാനും കഴിവുള്ള ആളാണ് ദേവി. ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മോഹിപ്പിക്കാനും മോഹം അകറ്റാനും ദേവി തന്നെയാണ് കാരണം. പക്ഷെ ദേവിയെ പ്രസാദിപ്പിക്കണം. അതാണ് ഇനി ഒരു ശ്ലോകം കൂടിയും ചെയ്യാൻ 45. സാ വിദ്യാ പരമാമുക്തേർ ഹേതുഭൂതാ സനാതനീ സംസാരബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. അതോ പിന്നെ സർവേശ്വരേശ്വരി 45 അല്ലേ? സാ വിദ്യ പരമാമുക്ത. എങ്ങനെയാണ് ആ ദേവി മുക്തി നൽകുക എന്നാണ്. സാ പരമാവിദ്യ, ദേവി പരമമായ വിദ്യ, അതായത് ബ്രഹ്മവിദ്യ തന്നെയാകുന്നു ദേവി എന്ന്. ദേവി എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മവിദ്യ തന്നെയാണ്. അതുകൊണ്ട് മുക്തേഹേ ഹേതുഭൂത, മോക്ഷത്തിന് കാരണമായതും ദേവി തന്നെ. ഹേതുഭൂത, സനാതനി, നിത്യാണ്, അതായത് ജനനമരണങ്ങൾക്ക് അതീതാണ്. ജനനവും മരണമൊന്നുമില്ല ദേവിക്ക്, നിത്യാണ് ഭഗവാനെ പോലെ. സംസാരബന്ധ ഹേതുഹു ചാസ ഏവ, സംസാരബന്ധത്തിന് കാരണമായ ആ വിദ്യ അഥവാ അജ്ഞാനവും ദേവി തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞതേ ദേവി വിദ്യയാണ്, അവിദ്യയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ബന്ധനത്തിനും കാരണം മോക്ഷത്തിനും കാരണം എന്ന്. അതേപോലെ തന്നെ മോഹിപ്പിക്കാനും കഴിയും മോഹകറ്റാനും കഴിയും എന്ന് പറഞ്ഞില്ലേ. കാരണം ഭഗവതിക്ക് 2 രൂപമുണ്ട്. ഒന്ന് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ബ്രഹ്മാദിദേവന്മാരുടെയും കൂടി ഈശ്വരിയാണ് അല്ലേ, സർവേശ്വരിയാണ്. അതാണല്ലോ സർവേശ്വരി സാ ഏവ, സകല ഈശ്വരന്മാരുടെയും ഈശ്വരിയാണ്, നിത്യയാണ്, മോക്ഷത്തിനും ബന്ധനത്തിനും ഒരുപോലെ കാരണഭൂതയാണ്. വിദ്യയും അവിദ്യയും ആണ് ദേവി. അതായത് അവിദ്യയാണല്ലോ സംസാരബന്ധനത്തിന് കാരണം, വിദ്യ മോക്ഷത്തിനും. അപ്പോൾ രണ്ടും ഭഗവതി തന്നെയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെ. അപ്പോൾ ഈശ്വരന്മാരുടെ ഈശ്വരിയും ഭഗവതിയാണ്. ചിച്ഛക്തി ജഡാശക്തി ഒക്കെ ഭഗവതി തന്നെ. അതായത് ഈ ദേഹത്തിൻ്റെ ശക്തി, ജഡശക്തി, ജഡശക്തിയും ചിച്ഛക്തിയും ഭഗവതിയാണ്. ചിച്ഛക്തിയും ജഡശക്തിയും നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയുമല്ലോ. ചിച്ഛക്തിയാണ്, ജഡശക്തിയാണ്. ഈശ്വരന്മാരുടെ ഈശ്വരിയാണ്, ചിച്ഛക്തിയാണ്, ജഡശക്തിയാണ്, വിദ്യയാണ്, അവിദ്യയാണ്. പിന്നെയോ മോക്ഷത്തിന് കാരണമാണ്, ബന്ധനത്തിനും കാരണമാണ്, നിത്യമാണ്. അതായത് ജനന മരണങ്ങളൊന്നുമില്ല, നിത്യമാണ്. അങ്ങനത്തെ ഒരു സാധാരണ ഒരു പ്രഭാവമല്ല, അത്ര പ്രഭാവമുള്ളതാണ് നമ്മുടെ ഈ യോഗമായാദേവി എന്ന് പറഞ്ഞ് നിർത്താം. സാ വിദ്യ പരമാമുക്തേർ, അതായത് ബ്രഹ്മവിദ്യ തന്നെയാണ് ദേവിന്ന്. സാ വിദ്യ പരമാമുക്തേർ ഹേതുഭൂതാ സനാതനി സംസാരബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരിയാണ്, എല്ലാ ചിച്ഛക്തിയാണ്, ജഡശക്തിയാണ്, വിദ്യയാണ്, അവിദ്യയാണ്, മോക്ഷപ്രദയാണ്, ബന്ധനം ഉണ്ടാക്കുന്നതാണ്, എല്ലാമാണ്. ദേവി മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 46 വായിച്ച് നിർത്താം, 45 വായിച്ച് നിർത്താം. ആദ്യം ഞാൻ വായിച്ചു അല്ലേ, ശരിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിർത്താം നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.